മാഡം ഇതുമായി ബന്ധപ്പെട്ട് താങ്കളെ വിളിച്ചിരുന്നോ ഇന്നലെ? ഞാൻ അത് മെനഞ്ഞാന്ന് മാഡത്തിന് ഓഫീസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ പാർട്ടിയുടെ വ്യക്തിയാണ്, എൻ്റെ സുഹൃത്തും കൂടെയാണ്, വരില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ച മാഡത്തിന് ഓഫീസ് വേണം. ഓഫീസ് ഇവിടെ ഇരുന്ന് മാഡം താമസിക്കുന്ന നമ്മുടെ വെള്ളക്കാടാണ്. അപ്പോൾ മാഡത്തിന് ഇവിടെ ഇരുന്ന് ആൾക്കാരുമായിട്ട് സംവദിക്കണം, ആൾക്കാരുടെ പരാതികൾ കേൾക്കണം, ആൾക്കാരുടെ അപേക്ഷ സ്വീകരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഡം ഫുൾ ടൈം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ മാഡത്തിന് നമ്മൾ സൂചിപ്പിച്ചു, നമ്മളെല്ലാം സൂചിപ്പിച്ചു, മാഡം റൂമിന് ചെറിയൊരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് അതൊന്ന് കുറച്ചും കൂടെ സൗകര്യപ്രദമായി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ മെനിഞ്ഞാന്ന് രാവിലെ മാഡത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10-10:30 മണി കഴിഞ്ഞ് മാഡത്തിന് വീട്ടിലോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ മാഡം ഉണ്ടായി, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. മാഡത്തിനോട് വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഡം, അപ്പോൾ മാഡം ചോദിച്ചു നമുക്ക് റൂമെല്ലാം ഒന്ന് തുടങ്ങണ്ടേ? അപ്പോൾ ഞാൻ മാഡം ഇത്ര അസൗകര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അറിയാമല്ലോ മാഡത്തിന്. അത് ശരിയാണ് മധു. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്താണ് MLA VK പ്രശാന്ത്, എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്, ഞാൻ പറഞ്ഞ കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം അത് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെയും മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെയും മുമ്പ് വെച്ചാണ് മാഡം വിളിക്കുന്നത്. പ്രശാന്ത് ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തില്ല. 2 ദിവസത്തിന് മുമ്പ് മാഡം വിളിച്ചിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തിരികെ അദ്ദേഹം വിളിച്ചപ്പോഴാണ് മാഡം പറഞ്ഞു, ഹലോ പ്രശാന്ത്, ഞാൻ ശ്രീലേഖയാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും വാർഡിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം നമ്മൾ സഹായിക്കണം, ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മകൻ്റെ കല്യാണത്തിൽ പ്രശാന്ത് ഉടനീളം ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് ആ ഒരു സന്തോഷവും അത് സ്നേഹവും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓഫീസ് ഇങ്ങോട്ട് എനിക്ക് മാറിയാൽ കൊള്ളാം, മാറണം താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ റൂമിൻ്റെ സൗകര്യം വളരെ പരിമിതമാണ്. അതുകൊണ്ട് പ്രശാന്തിൻ്റെ റൂം കൂടെ കിട്ടിയാൽ കൊള്ളാം, ആ വാക്കാ പറഞ്ഞു. കൊള്ളാമെന്ന വാക്ക്, മാറണമെന്നേ പറഞ്ഞില്ല. പ്രശാന്തിൻ്റെ റൂം കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഉടനെ വേണ്ട എന്നും പറഞ്ഞത്, അതിപ്പോൾ ഉടനെ വേണ്ട, അതൊന്ന് ആലോചിച്ചിട്ട് സമയമായിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ, എൻ്റെ ഒരു അനുജനെ പോലെ സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടാണ് ഫോൺ മാഡം വെച്ചത്. ഇതാണ് അവിടെ നടന്ന സംഭവം. അതിനകത്ത് മാഡം ഒഴിയണമെന്നോ ഒഴിപ്പിക്കുമെന്നോ വാക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ രീതിയിലേക്ക് മാറിയത് എന്നാണ് താങ്കൾ? MLA VK പ്രശാന്തിനെ അറിയാവോ? അതാണ് നമുക്കറിയില്ല. നമ്മൾ ഫോൺ കോൾ റെക്കോർഡ് ഞാൻ ഇല്ല, മാഡം പറഞ്ഞു, എനിക്ക് മാഡത്തിന് ആ സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞു. മാഡം റെക്കോർഡ് ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ മാഡം വളരെ സൗമ്യമായിട്ട്, ഒരു സഹോദരനെ പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടുന്ന രീതിയിലാണ് മാഡം സംസാരിച്ചത്. പക്ഷേ അത് ഇത്തരത്തിൽ നെഗറ്റീവ് ആവാൻ മാത്രമല്ല, അന്ന് രാത്രി തന്നെ വലിയ വാർത്തയായി. നമ്മളതിന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യം. ഇങ്ങനെ ഒരു വലിയൊരു വിവാദമാക്കി മാറുമെന്നുള്ള കാര്യത്തിൽ ആരും പ്രതീക്ഷ ഉണ്ടായില്ല. എന്തായാലും മാഡത്തിനൊരു ഓഫീസ് വേണമല്ലോ. അത് നഗരസഭയുടെ ബിൽഡിങ്ങാണ്. MLAക്ക് ഓഫീസ് വേണ്ടെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമില്ല. MLAക്ക് ഓഫീസ് സൗകര്യപ്രദമായ ഓഫീസ് വേണം. ഇതിന് കൗൺസിലർക്കും ഒരു ഓഫീസ് വേണം. കൗൺസിലർ കാണാനും നിരവധി ആൾക്കാർ വരും.